പാലക്കാട് കാർ പൊട്ടിത്തെറിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ 2 കുട്ടികൾ മരിച്ചുവെന്ന വാർത്തയാണ് അല്പം മുമ്പ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. 6 വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിൻ, 4 വയസ്സുകാരി എംലീന മരിയ മാർട്ടിൻ എന്നിവരാണ് മരിച്ചത്. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. ഇത് കഴിഞ്ഞ ദിവസമേ പുറത്തുവന്ന വിവരമായിരുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും സ്നേഹമോൾ നയനാനും പാലക്കാട് നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആശുപത്രിയിലെ വിവരങ്ങൾ നമുക്കൊന്ന് അന്വേഷിക്കാം. സ്നേഹയിലേക്ക് പോവുകയാണ്. സ്നേഹ, 2 കുഞ്ഞുങ്ങൾ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത നമ്മൾ സംസാരിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിലാണ്. അമ്മയും മൂത്ത കുട്ടിയും ഇപ്പോൾ ചികിത്സയിലാണ്. എന്താണ് ഏറ്റവും പുതിയതായിട്ട് അറിയുന്നത്? ഇവരുടെ ഈ ചികിത്സയിലുള്ള 2 പേരുടെ ഉൾപ്പെടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? പൂജ, തികച്ചും ദുഃഖകരമായൊരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 4 വയസ്സുള്ള എംലീന, 4 വയസ്സുള്ള എംലീന, അതുപോലെ തന്നെ 6 വയസ്സുള്ള ആൽഫ്രഡ്, ഈ 2 കുട്ടികളാണ് മരിച്ചത്. ആദ്യം എംലീനയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തൊട്ട് പിന്നാലെയായിരുന്നു ആൽഫ്രഡിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. ഒരു കുടുംബത്തിലെ 4 പേരാണ്. ബാക്കിയുള്ള ഇവരുടെ അമ്മ, അതുപോലെ തന്നെ മൂത്ത കുട്ടിയായ അലീന, ഈ 2 പേരും ഇപ്പോഴും ചികിത്സയിലാണ്. മൂത്ത കുട്ടിയായ അലീന, അതായത് 10 വയസ്സുകാരി, അപകടനില തരണം ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇപ്പോഴും അമ്മ എൽസിയുടെ അവസ്ഥ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇവരുടെ ആരോഗ്യനില തുടരുകയാണ്. നിലവിൽ ഈ സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് പുൽപ്പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് പോലീസ് ഇവർ ചികിത്സയിലായിരുന്ന എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കും. പോസ്റ്റ്മോർട്ടം ആവശ്യമെങ്കിൽ മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ബാക്കി പോലീസ് എത്തി തുടർ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം മൃതദേഹം പാലക്കാടേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തികച്ചും അതിദാരുണമായൊരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കുട്ടികളുടെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു 2 മാസമാകുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം, ഈ കാർ പൊട്ടിത്തെറിച്ച് ഈ ഒരു അപകടമുണ്ടാകുന്നത്. കാറിൻ്റെ കാലപ്പഴക്കമാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ കാരണം എന്നത് തന്നെയാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആശുപത്രിയിലെ വിവരങ്ങൾ നൽകുന്നത്. 2 കുട്ടികൾ മരിച്ചു, അമ്മയും ഒരു കുഞ്ഞും ചികിത്സയിൽ തുടരുകയാണ്. അത്യന്തം ദുഃഖകരമായ ഒരു സംഭവമാണ്. 2 പെൺകുട്ടികൾ, ഒരു ആൺകുട്ടി, അമ്മ. 1.5 മാസം മുൻപാണ് ഭർത്താവ് മാർട്ടിൻ മരിച്ചത്. അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്ന അമ്മ അവധിയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ജോലിക്ക് പോയി തുടങ്ങിയത്. ജോലിക്ക് പോയി തിരികെ വന്ന് കുട്ടികൾക്ക് ചോക്ലേറ്റും മറ്റും വാങ്ങാൻ എന്നതാണ് അവിടെ നാട്ടുകാർ പറഞ്ഞ് നമുക്കറിയുന്ന വിവരം. അങ്ങനെ ആ കുട്ടികളെ 3 പേരെയും കാറിൽ കയറ്റി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് ഈ 4 പേർക്കും പൊള്ളലേറ്റത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. പിന്നാലെയാണ് ഇപ്പോൾ 2 കുട്ടികൾ മരിച്ചു എന്ന വിവരം വരുന്നത്.